ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇക്ക പുറത്ത് പോയ സമയത്ത് പ്രായമായിട്ടുള്ളൊരു ചേട്ടനെ കണ്ടപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. അപ്പോൾ അത് എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ ഈ യൂട്യൂബ് ചാനലൊന്ന് ഇടുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ എനിക്കും വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ചേട്ടൻ്റെ പേരെന്താണ്? പേര് കൃഷ്ണൻകുട്ടി. ആ ഇല്ല, വെറുതെ കണ്ടപ്പോൾ അങ്ങനെ വന്നാണ്. ഞാനിവിടെ അടുത്തുള്ളതാണ്. ഞാനിവിടെ അഞ്ചപ്പാലത്തുള്ളതാണ്. ആ ചേട്ടനിപ്പോൾ എത്ര വയസ്സായി? 84 വയസ്സായാ? ആ അച്ഛൻ 107 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളാണ്. 104 വയസ്സ് വരെ. ആ ഞാനിവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നാണ്. അപ്പൊ ചേട്ടനിങ്ങനെ ഇത് ചെയ്യണപ്പോ അല്ല, ചേട്ടനിങ്ങനെ എന്തെങ്കിലും പണിയെടുക്കണൊക്കെ കണ്ടപ്പോ ഇപ്പൊ ഇങ്ങനെ പുല്ലൊക്കെ പറിക്കുകയും കൈക്കോട്ടുകൊണ്ട് പണിയെടുക്കുകയൊക്കെ ചെയ്യും അല്ലേ? ചേട്ടൻ എന്താണ് ചെയ്തിരുന്നത്? അപ്പൊ മുന്നേ എന്തായിരുന്നു വർക്ക്? എന്തായിരുന്നു? എന്തുട്ടാണ് പണി ചെയ്തിരുന്നത് മുമ്പ്? മദ്രാസിലാ? ആ മദ്രാസില് കമ്പനിയിലായിരുന്നു. മദ്രാസിലേക്ക് പോയത്. അവിടെ വന്നിട്ട് കമ്പനി പൂട്ടി മദ്രാസില്. അപ്പൊ എന്നോട് ചെയ്യാൻ പറഞ്ഞു, കോൺട്രാക്ട് എടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് കോൺട്രാക്ട് ഒന്നും വേണ്ട. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഓസിന്റെ ക്ലിപ്പ് ചെയ്തു. നല്ല പൈസയായിരുന്നു. 35 ലക്ഷം രൂപയുടെ വരുമാനമുണ്ടായിരുന്നു 18 വർഷം. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. പിന്നെ ഭാര്യയുണ്ട്. ഉണ്ടല്ലേ? ഭാര്യയുണ്ട്. ഒരു മോൾ എൻ്റെ കൂടെയാണ്. എന്താണ് പേര്? സാദിഖ് എന്നാണ് എൻ്റെ പേര്. ഞാനിവിടെ കൃഷ്ണൻകുട്ടി. ഞാൻ അഞ്ചപ്പാലത്താണ് താമസിക്കുന്നത്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ അത് ചെയ്യാനായിട്ട് എനിക്കൊരു ഇത് തോന്നിട്ട് അങ്ങനെ ഒന്ന് സംസാരിക്കും. ആ സന്തോഷമാണ് മോനെ എനിക്ക് ആവശ്യം. ഏതായാലും അങ്ങനെ ഒരു സന്തോഷം ആർക്കും ഉണ്ടാകത്തില്ല മോനെ. തുറച്ചു നോക്കിയിട്ട് പോകുന്നത് ഉണ്ടാവുള്ളൂ. സന്തോഷമല്ലേ വേണ്ടത് നമുക്കങ്ങനെ. അല്ല, ഇതൊരു ഞാനപ്പം വേഗം അങ്ങോട്ട് പോകാം. പിടിച്ചു. സ്ലോവില് നടക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇപ്പൊ എത്ര വർഷം ഇങ്ങനെ നടക്കാൻ വർഷങ്ങളായി. അതെ അല്ലേ? ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നടക്കുമ്പോ പ്രശ്നം. ഞാനത് അവിടെ കാട് പിടിച്ച് കിടന്നിട്ടൊന്ന് ക്ലീൻ ചെയ്യാവുന്ന ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ്. അല്ല, നല്ലതാണ്. നമുക്ക് എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു. ഹിന്ദു അല്ലേ? അല്ലല്ല, ഞാൻ മുസ്ലിമാണ്. എനിക്കൊരു കുഞ്ഞുബാബ ഉണ്ടായിരുന്നു, പെരുമ്പാവൂരുകാരൻ. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ജോസഫ് തോമസ് മത്തായി ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. മൂന്നാറിലിരിക്കുമ്പോൾ അല്ലേ? കണ്ണന്താവിൻ്റെ ഇതിൽ എസ്റ്റേറ്റിലായിരുന്നല്ലേ? കണ്ണന്താവിൻ്റെ. അറിയാമോ? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ മൂന്നാറിൽ പോയിട്ടുണ്ട്. അത് ടൂറ് പോലെയൊക്കെ പോയിട്ടുള്ളതാണ്. വേറെ പോയിട്ടുണ്ടോ? മൂന്നാറിൽ പോയിട്ടുണ്ട്. മൂന്നാർ അങ്ങോട്ട് സൂര്യനെല്ലിയൊക്കെ പോയോ? ഇല്ല, അങ്ങോട്ട് പോയില്ല. മൂന്നാറ് തോട്ടം ആ ഭാഗമൊക്കെ അവിടെ നല്ല അന്തരീക്ഷമാണല്ലോ. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. മോനെ, എനിക്ക് നിങ്ങളൊരു മുസ്ലിം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം കൂടെ. എൻ്റെ കുഞ്ഞുബാബ ഉണ്ടായിരുന്നു. ആൾ മരിക്കുകയാണ് ഒത്തിരി കാലങ്ങളായി. അവിടുന്ന് പുള്ളി ഒരു മാട്ടിൽ മാറ്റി. അതാണ് എനിക്ക് വലിയ പ്രയാസം. കാര്യം ഒരു പെയിൻറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് പുള്ളി എടുത്തെന്നും പറഞ്ഞ് പ്രശ്നമായി.
കമ്പനി പെയിൻ്റ് അടിക്കുന്ന കോൺട്രാക്റ്റ് ആയിരുന്നു. ആ ഒരു 80-84 വയസ്സൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇപ്പോഴും എന്തെങ്കിലും ഒന്ന് ശരീരം കൊണ്ട് നമുക്കാവണത് ചെയ്യണം എന്ന് വിചാരിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ. അതൊന്നും പറയണ്ട മോനെ, ഇതെങ്ങനെ വന്നെന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഒരു അസുഖം 80 വയസ്സ് വരെ കുഴപ്പമില്ലായിരുന്നു. അതല്ലേ, ഒരു കുഴപ്പമില്ലായിരുന്നു. സ്റ്റഡിയായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഞാൻ 80 വയസ്സിൽ എറണാകുളം ആലുവയിലൊക്കെ സപ്ലൈക്ക് പോയതാണ്. 81 വയസ്സിൽ എനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു. മോനെ ഇരിക്കും മോനെ, ഇവിടെ ഇരിക്കാം, നല്ല സ്ഥലമാണ്. അല്ല അതിൻ്റെ അല്ല, ഞാനേ അവിടെ ഒരു സ്ഥലത്ത് എനിക്കിപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാം മോനെ. ആരെ കാണാനാ വന്നു? ഞാൻ അവിടെ ഒരു വീട്ടിലൊരാളെ കാണാം. ആ ചേട്ടന് പാലക്കാടൊക്കെ പോയിക്കാണ്. പാലക്കാട്. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ മേടിച്ച് പോകുമായിരുന്നു. അപ്പോഴാണ് ചേട്ടന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എൻ്റെ ദൈവം, എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടി. എനിക്ക് ബാബായോട് വലിയ സ്നേഹമായിരുന്നു. എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഞാൻ കണക്കിലാക്കിയിട്ടാണ് ജീവിക്കുന്നത്. മരിച്ചു പോയി കാണും കേട്ടോ. ഒത്തിരി വർഷമായി, 10-25 വർഷമായില്ലേ. അതെ അല്ലേ. പിന്നീട് ജോസഫ് നേരത്തെ മരിച്ചു. ഞാനോ ഇപ്പം അതിൽ എൻ്റെ അച്ഛൻ. ചേട്ടന് എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ ചെയ്യുമോ? എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ പണികൾ ചെയ്യുമോ? എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമോ ഇങ്ങനെ ചെയ്യാനായിട്ട്? എല്ലാ ദിവസവും നാളെ നമ്മളും ഇതേ അവസ്ഥയിലേക്ക് വന്നതാണ്. അതെല്ലാവരുടെ അവസ്ഥ ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. എല്ലാവരും ഒരേ അവസ്ഥയിൽ കൂടെ തന്നെ പോവും. ജനിക്കും, എപ്പോഴും ഒരു സമയം ദൈവം നിശ്ചയിച്ച്, അത് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പോൾ അതിൽ പ്രായവും വാർദ്ധക്യവും ഒക്കെ അതിൽ വന്നു ചേരുന്ന ഒരു സംഭവമാണ്. ചിലവരത് തിരിച്ചറിയാണ്ട് പോവുകയാണ്, അത് മനസ്സിലാക്കാണ്ട് പോവുകയാണ്. എന്നും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും, എൻ്റെ ആരോഗ്യം ഇതായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ചിലവർക്കുണ്ട് അല്ലേ. ആ കാഴ്ചപ്പാടിനെ വ്യതിചലിച്ച് നമുക്ക് ദീർഘവീക്ഷണത്തോടുകൂടെ നാളെ എനിക്ക് എൻ്റെ ശരീരവും ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട തിരിച്ചു വരുന്ന കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അല്ല, അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു മനസ്സിലാക്കലില്ലേ. ഇപ്പോൾ ആരോഗ്യമുള്ളവനെ ആൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണ്ടേ. അത് മനസ്സിലാക്കിയാൽ അങ്ങനെ പ്രായമുള്ളവരെ ബഹുമാനിക്കാനും അവരോട് നല്ല രീതിയിൽ പെരുമാറാനും കഴിയും. ഞാനിവിടെ ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന, ഇപ്പോഴും വൃത്തിയാക്കുന്നുണ്ട്. വയ്യ എന്നാലും ഞാൻ പതുക്കെ ഇറങ്ങി അങ്ങോട്ടൊക്കെ പോയി വൃത്തിയാക്കി നോക്കിയാൽ ഇവിടെ ക്ലീനായി. അപ്പോൾ ചേട്ടാ ഞാൻ പോയിക്കോട്ടെ എന്നാലേ. സന്തോഷമായിട്ട് കാണാം, പിന്നെ കാണാം ഏട്ടാ. ഓക്കെ, ശരി. ഓക്കെ.